നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവനന്തപുരം വഴുതക്കാട്ട് കാറിടിച്ച് 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടൻ മണിയൻപിള്ള രാജു അറസ്റ്റിലായി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ മണിയൻപിള്ളയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഭയം കാരണമാണ് വാഹനം നിർത്താതിരുന്നതെന്നാണ് മണിയൻപിള്ള രാജുവിൻ്റെ മൊഴി. പരിക്കേറ്റ യുവാക്കളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനാണ് ആശുപത്രി അധികൃതരുടെ നീക്കം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. സ്പീഡിൽ വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTVയിൽ കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഇവർ എന്തോ ഒരു ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡൻ്റാണ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം, എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു രാവിലെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്. ഒറ്റയ്ക്ക് ഞാനാണ് ഓടിച്ചത്. എന്നെ കൊണ്ട് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ്. ഇപ്പം ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ടേ, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാതെ നിൽക്കുന്നതാണ്. വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ളൂ. അതുകൊണ്ട് പോയതാണ്. അത് എൻ്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു. ഏതായാലും ഇത് ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഏതാണ്ട് 10-10:30 മണിയായപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് മണിയൻപിള്ള രാജു പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാം. ഏതാണ്ട് കാറ് ആ റോഡിൻ്റെ പകുതി എത്തിയപ്പോഴാണ് അമിത വേഗതയിലായിരുന്നു ബൈക്ക്, സംശയമില്ല. കാറിൽ വന്ന് ഇടിച്ചതിന് ശേഷം 2 ചെറുപ്പക്കാരും താഴെ വീഴുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അതിനുശേഷം നിർത്താതെ വാഹനം ഓടിച്ചു പോയി എന്നുള്ളതാണ് മണിയൻപിള്ള രാജു ചെയ്ത തെറ്റ്. അദ്ദേഹം പറയുന്നത് അടുത്തുള്ള ആ ട്രിവാൻഡ്രം ക്ലബ്ബിലുണ്ടായ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു, അവർ ആംബുലൻസ് അടക്കം അറേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും രാവിലെയാണ് മണിയൻപിള്ള രാജു അതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് എന്നുള്ളതാണ് പ്രധാന കാര്യം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാൻ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാഹനം ഈ കാറൊന്നും അമിത വേഗതയിൽ ശ്രദ്ധിക്കാതെ ക്രോസ് ചെയ്തതല്ല, വളരെ പതുക്കെ ക്രോസ് ചെയ്തതിനിടയ്ക്ക് ഈ ബൈക്ക് 2 യുവാക്കളുമായുള്ള ഈ ബൈക്ക് അമിത വേഗത്തിൽ വന്ന് ഇടിക്കുന്ന ദൃശ്യങ്ങളാണ്. പക്ഷേ അപ്പോഴും ഈ മണിയൻപിള്ള രാജു ചെയ്ത തെറ്റെന്ന് പറയുന്നത് അവിടെ വണ്ടി നിർത്തിയില്ല, യുവാക്കളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളതൊക്കെയാണ്. അത് ഗൗരവമായി കാണേണ്ട കാര്യം തന്നെയാണല്ലോ. അതായത് ഇന്നലെ രാത്രി 9:30-ഓടെയാണ് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജവഹർ നഗറിലുള്ള വസതിയിലേക്ക് പോകാനായി ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അദ്ദേഹം അതിൻ്റെ പ്രധാന കവാടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വോൾവോ വാഹനം പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ സാധാരണയായി നിയമപരമായി ചെയ്യാനുള്ളതുപോലെ ഗതാഗത നിയമങ്ങൾക്ക് അനുസൃതമായി അദ്ദേഹം ഇൻഡിക്കേറ്റർ ഇട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഈ വാഹനം ഇറങ്ങി വരുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. എന്നാൽ എതിർദിശയിൽ വന്ന ഈ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അവരുടെ വേഗത ഒട്ടും കുറയ്ക്കാതെ വന്ന അതേ വേഗതയിൽ മുമ്പോട്ടെടുക്കാൻ ശ്രമിച്ചതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം, അതായത് അവർ ഈ വന്ന അതേ വേഗതയിൽ അതൊട്ടും കുറയ്ക്കാതെ തന്നെ മുമ്പോട്ട് വാഹനം എടുക്കുന്നു. ട്രിവാൻഡ്രം ക്ലബ്ബിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തേക്ക് എതിർദിശയിൽ ഇറങ്ങുകയായിരുന്ന ഈ മണിയൻപിള്ള രാജുവിൻ്റെ കാറിൽ അത് ശക്തമായി ഒരു വശത്തിടിക്കുന്നു. വാഹനം തെറിച്ച് ഇവർ 2 പേരും പുറത്തേക്ക് വീഴുന്നു. ഈ മണിയൻപിള്ള രാജുവിൻ്റെ വാഹനം നിർത്താതെ മുമ്പോട്ട് പോവുകയാണ്. ഉടൻ തന്നെ സമീപത്ത് ഓടിക്കൂടിയ ആളുകൾ, വലിയ ശബ്ദം ഉണ്ടായി, പെട്ടെന്ന് ഓടിക്കൂടിയ ആളുകൾ ചേർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് 2 സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് ഈ നിവേദിത് കൃഷ്ണ, സൂരജ്, ഇങ്ങനെ 2 യുവാക്കളാണ് ഈ ബൈക്കിലുണ്ടായിരുന്നത്. ഇവർ 2 പേരെയും ഇന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം മണിയൻപിള്ള രാജു വാഹനം നിർത്താതെ മുമ്പോട്ട് പോയതാണ് ഈ ഒരുപാട് സംശയങ്ങൾക്ക് വഴിവെച്ചത്. പക്ഷേ അദ്ദേഹം ഇന്ന് രാവിലെ ഈ വാഹനം അദ്ദേഹത്തിൻ്റെ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും വാഹനം ഓടിച്ചത് താൻ തന്നെയാണ് എന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീടാണ് 9:30-ഓടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നറിയിച്ചത്. പിന്നീട് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി ഈ ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയുമായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം തിരികെ അദ്ദേഹത്തെ മ്യൂസിയം സ്റ്റേഷനിലെത്തി എത്തിച്ച് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു.
BNS-ലെയും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന ആക്ടിലെയും 134 വകുപ്പ് ചുമത്തിയാണ് AB വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വൈദ്യപരിശോധന വൈകിപ്പിച്ചത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ അദ്ദേഹം ഒരു കൃത്യമായ മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി അർബുദ രോഗത്തിൻ്റെ ചികിത്സയിലാണ് മണിയൻപിള്ള രാജു. അതുകൊണ്ട് തന്നെ മദ്യപിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൂട്ടായ്മകളുടെ ഭാഗമാകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. പലപ്പോഴും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. അങ്ങനെ അദ്ദേഹം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ അപകടമുണ്ടായത്. അതിൻ്റെ പാനിക്കിലാണ് അദ്ദേഹം പാനിക്കായി പോയി. അതുകൊണ്ടാണ് ഈ അപകടമുണ്ടായ സ്ഥലത്ത് ഇറങ്ങി വന്ന് അപ്പോൾ മറ്റ് നടപടികൾ സ്വീകരിക്കാതെ സുഹൃത്തുക്കളോട് ഇവരെ ആശുപത്രിയിൽ എത്തിക്കണം, എന്തെങ്കിലും ക്രമീകരണം ചെയ്തതെന്നൊക്കെ വിശദീകരിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസിനും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഈ CCTV ദൃശ്യങ്ങളിൽ ഈ ബൈക്ക് അമിത വേഗത്തിലാണ് അതിന് മുൻപിലൂടെ ഓടിച്ചു വന്നതെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ കാറ് ഇൻഡിക്കേറ്റർ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ചീറിപ്പാഞ്ഞു വന്ന ബൈക്ക് അത് ഒട്ടും വേഗത കുറയ്ക്കാതെ, അതായത് ഒരുപക്ഷെ ഈ മണിയൻപിള്ള രാജുവിൻ്റെ വാഹനം പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഈ ബൈക്ക് പാസ് ചെയ്ത് പോകാൻ കഴിയുമെന്നൊരു വിശ്വാസം ബൈക്ക് ഓടിച്ചിരുന്നവർക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അത്രയും വേഗത്തിൽ അത് വരികയും അപ്രതീക്ഷിതമായി ഈ വാഹനത്തിൻ്റെ വലതുവശത്ത് ഇടിക്കുകയും തെറിച്ച് പോവുകയും ചെയ്യുന്നത്. അവരുടെ കാലിനും നട്ടലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. കാലിന് പരിക്കേറ്റിരിക്കുന്ന ആൾക്ക് അവിടെ ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ശസ്ത്രക്രിയയ്ക്ക് അടിയന്തരമായി വിധേയമാക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരാളുടെ കഴുത്തിനും നട്ടലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ 2 പേരും 2 ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. ഈ KL 01 CJ 004 നമ്പറുള്ള വോൾവോ കാർ അതാണ് അപകടത്തിനിടയാക്കിയത്. ഇതിൽ വേറൊരു കാര്യം കൂടി ഡാന്, ഈ മ്യൂസിയം പോലീസിനെ വെട്ടിലാക്കുന്ന ഒരു മൊഴി കൂടി മണിയൻപിള്ള രാജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിലൊന്ന്, ഈ രാത്രി തന്നെ വിവരം മ്യൂസിയം പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും രാവിലെ വന്നാൽ മതിയെന്നുമാണ് പോലീസ് പറഞ്ഞത് എന്നുള്ളതാണ്. രാത്രി 9:30 അപകടം നടക്കുന്നു. മണിയൻപിള്ള രാജുവിൻ്റെ വൈദ്യപരിശോധന നടത്താനോ പെട്ടെന്ന് വാഹനം കസ്റ്റഡിയെടുക്കാനോ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാലതാമസം ഉണ്ടായി എന്നതിൻ്റെ സൂചനകൾ കൂടിയുണ്ട്. 12ഓളം മണിക്കൂറിന് ശേഷമാണ് മണിയൻപിള്ള രാജുവിൻ്റെ വൈദ്യപരിശോധന നടത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു പ്രാഥമിക കാര്യങ്ങൾ പോലീസ് ചെയ്തില്ല എന്നും വരുമല്ലോ ഈ മണിയൻപിള്ള രാജുവിൻ്റെ വാക്കുകൾ കേട്ടാൽ. തീർച്ചയായിട്ടും അത് തന്നെ ആ ഒരു വിഷയമാണ് അതിലൊരു ആക്ഷേപമായിട്ട് നിലനിൽക്കുന്നത്. അതായത് ഈ അപകടമുണ്ടായി അന്ന് ഉടൻ തന്നെ പ്രദേശവാസികൾ അല്ലെങ്കിൽ അപ്പോൾ പുറത്തുണ്ടായിരുന്ന ആളുകൾ ഇത് അറിയുന്നു. അങ്ങനെ ട്രാഫിക്കിൽ ഈ വിവരങ്ങൾ ലഭിക്കുന്നു. ഈ പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു. വാഹനത്തിൻ്റെ നമ്പർ മണിയൻപിള്ള രാജുവിൻ്റേതാണെന്ന് വൈകിട്ട് തന്നെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈദ്യപരിശോധന എന്തുകൊണ്ട് വൈകിട്ട് നടത്തിയില്ല എന്നതാണ് ഈ ഇങ്ങനെയൊരു വിവാദമാകുന്നത്, അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്ന തരത്തിലേക്ക് ഇത് കാര്യങ്ങൾ എത്തിച്ചാൽ. അതല്ല എങ്കിലൊരു സാധാരണ വാഹനാപകടം, 2 പേർക്ക് പരിക്കേൽക്കുന്നു, അവരെ ആശുപത്രിയിൽ വിധേയമാക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങോട്ട് അവസാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ വൈദ്യപരിശോധന വൈകി? എന്തുകൊണ്ട് മണിയൻപിള്ള രാജുവിനെ ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ പോലീസ് അദ്ദേഹത്തിന് വിവരങ്ങൾ ശേഖരിച്ചില്ല, വൈദ്യപരിശോധന നടത്താൻ തയ്യാറായില്ല എന്നതാണ് മ്യൂസിയം പോലീസിനെതിരെ ഉയർന്ന ഒരു ആക്ഷേപം. അതേസമയം അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം, അദ്ദേഹം ഈ തുടർച്ചയായി ചികിത്സയിലാണ്, 2 വർഷമായി അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷനിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് വാഹനം നിർത്തി പുറത്തിറങ്ങി അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് വാഹനം ഓടിച്ചു പോവുകയും പോയ വഴിയിൽ തന്നെ സുഹൃത്തുക്കളെ വിളിച്ച് അവിടെ ആംബുലൻസ് അറേഞ്ച് ചെയ്യണമെന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്തത് താൻ തന്നെയാണെന്ന് മണിയൻപിള്ള രാജു വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല, രാവിലെ അദ്ദേഹം തന്നെ വാഹനം ഓടിച്ച് ഈ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വാഹനം ഓടിച്ചിരുന്നത് താൻ തന്നെയാണ്, തൻ്റെ വാഹനത്തിലാണ് തട്ടിയെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. താൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്, 9:30 എത്തും എന്ന കുടുംബാംഗങ്ങൾ തന്നെയാണ് അറിയിക്കുകയും ചെയ്തത്. എന്തായാലും എന്തുകൊണ്ടാണ് ഈ വൈദ്യപരിശോധന നടത്താൻ വൈകിയത് എന്ന ചോദ്യത്തിന് പോലീസാണ് ഒരു മറുപടി നൽകേണ്ടത്. അതിന് കൃത്യമായൊരു വിശദീകരണം നൽകിയിട്ടില്ല. എന്തായാലും ഈ ഒരുപക്ഷെ ആശുപത്രിയിൽ വലിയൊരു ചിലവ് ഉണ്ടായേക്കാം 2 പേർക്കും. കാരണം 2 പേർക്കും ശസ്ത്രക്രിയ വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ ആശുപത്രി ചിലവുകൾ എങ്ങനെയാകും, മറ്റ് കാര്യങ്ങൾ എങ്ങനെയാകും എന്നൊക്കെ അദ്ദേഹം മറ്റ് സുഹൃത്തുക്കളുമായി ചേർന്ന് ആലോചിച്ചതിന് ശേഷം ഒരു കേസ് ആയതുകൊണ്ട് നിയമപരമായി തന്നെ അത് മറ്റ് നടപടികൾ അവസാനിക്കട്ടെ എന്ന നിലപാടിലാണ് മണിയൻപിള്ള രാജു ഉള്ളത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതാണ് അദ്ദേഹത്തിന് ആശ്വാസകരം. കാരണം അദ്ദേഹത്തിൻ്റെ വാഹനം അമിത വേഗതയിലായിരുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ ഇന്നലെ വൈകിട്ട് പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അവാസ്തവമാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചതോടെ ഇപ്പോൾ വ്യക്തമായിരിക്കും. ജീവഹാനി വരാവുന്ന രീതിയിൽ വാഹനം ഓടിച്ചു, ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി, വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിഞ്ഞില്ല എന്നിങ്ങനെ 3 കുറ്റങ്ങൾ അതാണ് രാജുവിനെതിരെ ഇപ്പോൾ FIR ചുമത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ബൈക്ക് തൻ്റെ കാറിൽ
വന്നിരിക്കുകയായിരുന്നു എന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് മണിയമ്പൽ രാജു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ ചില കാര്യങ്ങളിൽ ഒരു കൃത്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അസുഖബാധിതനാണ്, അതിനാൽ മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്നില്ല. അത് 2 വർഷമായി അദ്ദേഹം മദ്യം കഴിക്കുന്നില്ല. രണ്ടാമത് ബൈക്ക് വന്നിടിക്കുകയായിരുന്നു, അമിത വേഗത്തിലാണ് ബൈക്ക് വന്നത് എന്നത് വളരെ കൃത്യമാണ്. ആക്സിഡൻ്റ് ആണെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു പരിഭ്രാന്തി ഉണ്ടായി, ഒരു പേടിയുണ്ടായി, വണ്ടി വിട്ടുപോയി എന്നാണ്. അത് ഏതായാലും ഒട്ടും മാറ്റിവെക്കാവുന്നൊരു കുറ്റമല്ല എങ്കിൽ പോലും ഇതുവരെയുള്ള കാര്യങ്ങളെടുത്ത് നോക്കിയാൽ പോലീസിനും മനസ്സിലായിട്ടുള്ളത് അല്പം ന്യായം മണിയമ്പൽ രാജുവിൻ്റെ ഭാഗത്തുണ്ട് എന്ന് തന്നെയാണോ ഡാൻ? മറ്റ് അസ്വാഭാവികതകളൊന്നും ഇല്ല എന്നതാണ് ഇതിൻ്റെ അകത്തെ ഒരു വാസ്തവം. അതായത് ഇതിൽ ഇങ്ങനെ ഒരു വാർത്താ പ്രാധാന്യം നേടുന്ന തരത്തിലേക്ക് കാര്യം എത്തിയത് മണിയൻപിള്ള രാജു അദ്ദേഹം അപ്പോൾ വാഹനം നിർത്താതെ പോയി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വീഴ്ച. കാരണം നിയമപരമായി ഈ വാഹനം ഈ പുറത്തേക്ക് ഇറങ്ങുന്നത്, അതായത് വഴുതക്കാട് ഭാഗത്ത് നിന്ന് ജവഹർനഗർ ഭാഗത്തേക്ക് പോയിരിക്കുന്നത്, അതിനുവേണ്ടി വാഹനം പുറത്തേക്ക് ഇറക്കിയത് ഡിം ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ്. അത് കൃത്യമായി അത് മറ്റ് വാഹനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വാഹനം കടന്നു വരുന്നത് കാണാവുന്ന തരത്തിൽ അവിടെ കൃത്യമായ സിഗ്നലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഒരുപക്ഷെ ഈ അദ്ദേഹത്തിൻ്റെ കാർ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കാറിനെ മറികടന്ന് പോകാൻ കഴിയുമെന്നൊരു ചിന്തയിൽ വേഗത ഒട്ടും കുറയ്ക്കാതെ മുമ്പോട്ട് നീങ്ങുകയായിരുന്നു. അവർ ബ്രേക്ക് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അത് ഈ ദൃശ്യങ്ങളിൽ ഏതാണ്ട് ഒരു 20 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് അത് വ്യക്തമാണ്. ഈ വേഗതയിൽ ഈ കാറ് ചീറിപ്പാഞ്ഞെത്തി ഇതിൻ്റെ ഒരു വലതുവശത്ത് ഇടിച്ച് തെറിച്ച് ബൈക്കിലുണ്ടായിരുന്ന 2 പേർ മറിഞ്ഞു വീഴുന്നത്. എന്തായാലും അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ ശസ്ത്രക്രിയയ്ക്കൊക്കെ ശേഷം പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ഏകോപിപ്പിക്കും. അതിനുശേഷം മാത്രമേ ഇതിൽ തുടർ നടപടികളിലേക്ക് കിടക്കുകയുള്ളൂ. എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിലാണ് അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നത്. ഇതാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട. അപ്പോൾ ഈ യുവാക്കളുടെ ആരോഗ്യനില രണ്ടുപേർ 2 ആശുപത്രിയിലാണ്. ഒരാൾക്ക് കാലിന് ഒടിവുണ്ട്, മറ്റൊരാൾക്ക് നടുവിന് പരിക്കുണ്ട്. ഇവരെ അവിടെ ഈ പറഞ്ഞ മണിയമ്പൽ രാജു വിളിച്ചതനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എത്തി തന്നെയാണോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? അതിനുശേഷം ഈ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഇവർ നൽകുന്ന മൊഴി എന്താണ്? നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന അമിത വേഗം തന്നെയാണ് എന്നാണ്. ഇവരെന്തെങ്കിലും ഇവരുടെ മൊഴി എടുക്കാനോ മറ്റോ പോലീസ് തയ്യാറായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് പ്രാഥമികമായ വിവരശേഖരണം മാത്രമാണ് നടന്നിരിക്കുന്നത്. കാരണം ഇവരെ ഈ ഇത്രയും പരിക്കേറ്റ ഒരു സാഹചര്യത്തിലായതിനാൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ആ മൊഴിയെടുക്കലൊക്കെ ഇവരുടെ ഈ ആരോഗ്യനില ഒരു തൃപ്തികരമായതിനു ശേഷം അത്തരം നടപടികളിലേക്ക് കടക്കും. ഒരാൾ കിംസ് ആശുപത്രിയിലും മറ്റൊരാൾ SP ഫോർട്ട് ആശുപത്രിയിലുമാണ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. 2 പേർക്കും ശസ്ത്രക്രിയ ആവശ്യമായിട്ടുള്ള സാഹചര്യമാണ്. ഒരാളെ ശസ്ത്രക്രിയയ്ക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അല്പസമയം മുമ്പ് അവരുടെ സുഹൃത്തുക്കൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. ഈ നിവേദിത് കൃഷ്ണ, സൂരജ്, ഇങ്ങനെ 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ നടുവിനും അതോടൊപ്പം കഴുത്തിനുമാണ് ഒരാൾക്ക് പരിക്ക്. അത് അല്പം സാരമുള്ള പരിക്കുകളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെയും അവിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത്. എന്തായാലും അടിയന്തര നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം 9:30 ആയതുകൊണ്ടും ആ സമയത്ത് തിരക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അപകടം ഉണ്ടായ ഉടനെ ആളുകൾ അവിടെ ഓടിക്കൂടി. അങ്ങനെ പെട്ടെന്ന് അവരെ ആശുപത്രികളിലേക്ക് എത്തിക്കുകയായിരുന്നു. ആരോഗ്യനില അവർ വീണ്ടെടുത്തതിന് ശേഷം പോലീസ് എത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. നമുക്ക് ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. മണിയൻപിള്ള രാജുവിൻ്റെ വാഹനം ഇന്നലെ രാത്രി 9:30-ക്ക് ശേഷമാണ് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. വണ്ടി കുറച്ച് മുമ്പോട്ട് വന്നു. 1-2 വണ്ടികൾ കടന്നു പോകുന്നത് കാണാം. മുമ്പോട്ട് വന്നപ്പോൾ അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ, ബൈക്ക് ഈ വണ്ടിയിൽ ഇടിക്കുകയും തുടർന്ന് അവർ തെറിച്ചു പോവുകയുമാണ് ഉണ്ടായത്. ഈ കാറിൻ്റെ മുന്നിലെ ബോണറ്റ് ഇളകി മാറിയിരിക്കുന്നതും നമുക്ക് കാണാം. പ്രശ്നങ്ങൾ ആ വണ്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. തുടർന്ന് മണിയമ്പള രാജു വളരെ പെട്ടെന്ന് വാഹനം വിട്ടുപോവുകയും തൻ്റെ ജവഹർനഗറിലെ വീട്ടിലേക്ക് മാറുകയുമായിരുന്നു. അവിടെ ഭാര്യ ഒറ്റയ്ക്കാണ്, തനിക്ക് ചിക്കൻ ഗുനിയുണ്ട്, ക്യാൻസർ പേഷ്യൻ്റാണ് എന്നീ കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ അദ്ദേഹം വിവരം അറിയിച്ചിരുന്നു, ഇവരെ ആംബുലൻസിൽ കൊണ്ടുപോകണം എന്ന കാര്യം. മറ്റൊന്ന്, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും വിളിച്ചറിയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞത് നാളെ രാവിലെ വന്നാൽ മതി എന്നുള്ള മറുപടി സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ പോലീസിനെ കുരുക്കിലാക്കുന്ന ഒരു മൊഴിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം വേണ്ടിവരും. പോലീസ് ഈ വിഷയവും അന്വേഷിക്കും. കാരണം സെൻസേഷണലായ ഒരു കേസാണ്, ഒരു സെലിബ്രിറ്റിയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മണിയമ്പള രാജു മാധ്യമങ്ങളോട് സംസാരിച്ച വാക്കുകൾ കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു.
സ്പീഡിൽ വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTV കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഇവർ എന്തോ ഒരു ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡൻ്റ് ആണ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടോ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം, എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കോളാം എന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്. ഒറ്റയ്ക്ക് ഞാനാ ഓടിച്ചത്. എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ്. ഇപ്പോൾ ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ടേ, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാത്ത നിൽക്കുന്നതാണ്, വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ളൂ, അതുകൊണ്ട് പോയതാണ്. അത് എൻ്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. പത്തനംതിട്ട തിരുവല്ലയിൽ ഗുണ്ടാ പിരിവ് നൽകാത്തതിന്റെ പേരിൽ സുഹൃത ആരോപിച്ച് കുടുംബവും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഡിവൈഎസ്പി ഉത്തം ദാസിനാണ് അന്വേഷണ ചുമതല. KV ബൈജു ചേരുകയാണ്. ബൈജു, ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് അല്ലേ ഈ കേസുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും രഞ്ജിത്ത്, 2024 ഫെബ്രുവരി 2 രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ നടക്കുന്നു. അതായത് നിള എന്ന് പറയുന്ന ഈ കോളേജിലെ ഹോസ്റ്റലിലെ കുളിമുറിയിലായിരുന്നു ഇങ്ങനെ ആത്മഹത്യ ചെയ്ത നിലയിൽ റൂബിയെ കണ്ടത്. അന്ന് തന്നെ ഈ കുടുംബം വലിയ തോതിൽ ദുരൂഹത ആരോപിച്ചിരുന്നു. ഈ സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ ഒരു നിലപാട് കേന്ദ്ര സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. ഇത് കേസ് അന്വേഷിച്ച ബേക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്തായാലും ഈ അന്വേഷണ സമിതി, ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം CBI അന്വേഷിക്കണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. 32ഓളം ആളുകളുടെ ഇത്തരത്തിൽ വിശദമായി മൊഴി രേഖപ്പെടുത്തിയിട്ടും മറ്റ് അന്വേഷണം നടത്തിയിട്ടും അവർക്ക് ഈ ഒരു മരണത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ട് ഇതിൽ ആത്മഹത്യാക്കുറിപ്പിൽ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഗൈഡിന്റെ മാനസിക സമ്മർദ്ദമാണ് ഈ ഒരു ആത്മഹത്യ കാരണം എന്ന തരത്തിലുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിരുന്നു. അതുമാത്രമല്ല, ഈ മരിക്കുന്നതിന് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം ഈ ഗൈഡിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് റൂബി പട്ടേൽ പുറത്തു പോകുന്നത് സുഹൃത്തുക്കൾ കണ്ടതുണ്ട്. അങ്ങനെ മൊഴിയുമുണ്ട്. പക്ഷേ എന്നിട്ടും ഈ കാര്യത്തിൽ ഒരു പോലീസോ അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയോ കാര്യമായ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 വർഷമാകുമ്പോൾ, അതായത് ആത്മഹത്യ ചെയ്ത് റൂബി പട്ടേൽ ആത്മഹത്യ ചെയ്ത് 2 വർഷമാകുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിവൈഎസ്പി ഉത്തം ദാസിനാണ് അന്വേഷണ ചുമതല. ഈ വിദ്യാർത്ഥികളുടെ മൊഴികൾ എടുക്കും, അതോടൊപ്പം അധ്യാപകരുടെ മൊഴിയെടുക്കും, ഈ ആരോപണ വിധേയനായ അധ്യാപകന്റെ മൊഴി പ്രധാനമായും എടുക്കും. അങ്ങനെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും റൂബി പട്ടേലിന് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ കുടുംബം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ 2 വർഷമാകാനാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2024 ഈ സംഭവം നടക്കുന്നത്. രഞ്ജിത്ത്, അതിനപ്പുറം 2025 ഫെബ്രുവരി മാസത്തിൽ മറ്റൊരു കുട്ടി കൂടി ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധവുമായി രംഗത്തൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് SFIയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ സമരം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ കൃത്യമായ ഒരു ഉത്തരം ഇവർക്ക് ലഭിക്കണം. കുടുംബം പലതവണ ഒഡീഷയിൽ നിന്നും ഇവിടെ വന്ന് താമസിച്ചായിരുന്നു ഇത്തരം നിയമ നടപടികൾക്ക് പരാതി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത്. ഇതിൽ പ്രധാനമായും ഇവർ ആവശ്യപ്പെട്ടത് അവിടെ ഒരു CCTV ദൃശ്യമുണ്ട്, ഈ കുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന CCTV ദൃശ്യം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും കുടുംബത്തിന് അത് നൽകിയില്ല എന്ന ആരോപണമുണ്ട്. അതോടൊപ്പം പലതരത്തിൽ മെയിലുകൾ അയച്ചപ്പോഴും അതിനൊന്നും കേന്ദ്ര സർവകലാശാല ഒരു മറുപടിയും നൽകിയില്ല എന്ന് റൂബി പട്ടേലിന്റെ കുടുംബം ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുൻപ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് വലിയ തോതിൽ ഈ കുടുംബം ഉൾപ്പെടെ ഇവിടെ എത്തി നമ്മൾ അവരുടെ ബൈറ്റ് ഉൾപ്പെടെ നൽകി. അവരുടെ ഒരു സങ്കടം, അത്രത്തോളം വലിയ സങ്കടത്തിലായിരുന്നു അവർ. ഇതിലൊരു നീതി റൂബി പട്ടേലിന് വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്താണ് പ്രധാനമായും കാരണം? ഇങ്ങനെ ഗൈഡിന്റെ മാനസിക സമ്മർദ്ദമാണോ ഈ റൂബി പട്ടേലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് അവർ മുഖ്യമന്ത്രിക്കും DGPക്കും ഒപ്പം ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി റൂബി പട്ടേലിന് നീതി ലഭിക്കുമോ അതാണ് കാത്തിരിക്കുന്നത്. വിശദമായ മൊഴി സുഹൃത്തുക്കളുടെ, വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ ഉൾപ്പെടെ എടുക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി റൂബി ഈ ഗൈഡിന്റെ റൂമിൽ നിന്ന് കരഞ്ഞിറങ്ങി വരുന്ന ദൃശ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഈ 2024 ഏപ്രിൽ 2 മരണം സംഭവിച്ചിട്ടും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടും സഹപാഠികളൊക്കെ ദുരൂഹത ആരോപിച്ചിട്ട് കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടും ഈ ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, ഒപ്പം ഈ ഗൈഡിനെ വിശദമായി ചോദ്യം ചെയ്യുക, മറ്റ് അധ്യാപകരുടെ മൊഴിയെടുക്കുക, വിദ്യാർത്ഥികളുമായി സഹപാഠികളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക, അത്തരം ശ്രമങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണോ ബൈജു?
തീർച്ചയായും രഞ്ജിത്ത്, കുടുംബം അത് തന്നെയാണ് പറയുന്നത്. ഇതിൽ അത്തരം അന്വേഷണം ഉണ്ടായെങ്കിൽ തന്നെ അതിന്റെ അന്വേഷണ പുരോഗതി എന്താണെന്ന് ഇതുവരെ കുടുംബത്തോട് ഇവർ പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഇവർ ഏറ്റവും വലിയ പരാതി. അതോടൊപ്പം ഏറ്റവും പ്രധാനം ഈ കേന്ദ്ര സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണ സമിതി ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു, ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു, ഇതിലൊരു നിഗമനത്തിലേക്ക് അവർ എത്തിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല, കുടുംബത്തിന് കൈമാറിയിട്ടില്ല. അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പരാതി. ഈ CCTV ദൃശ്യം വളരെ നിർണായകമാണ്. കാരണം സുഹൃത്തുക്കൾ ഇത് കണ്ടിട്ടുണ്ട്. ഈ മുറിയിൽ നിന്നും, ഗൈഡിന്റെ മുറിയിൽ നിന്നും എന്തിനാണ് റൂബി പട്ടേൽ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്ന സാഹചര്യം ഉണ്ടായത്? അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ റൂബി പട്ടേലിനെ കാണുന്നത്. തനിക്ക് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദമുണ്ട്, തന്റെ കഴിവുകളെ താഴ്ത്തിക്കാട്ടുന്ന രീതിയിൽ ഈ ഗൈഡ് സംസാരിക്കുന്നതൊക്കെ ഈ സുഹൃത്തുക്കളോട് ഇവർ പങ്കുവച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് എന്തുകൊണ്ട് കുടുംബത്തിന് കൈമാറിയിട്ടില്ല? ഒരു അന്തിമ നിഗമനത്തിലേക്ക് ഈ അന്വേഷണ സമിതി എത്തിയിട്ടില്ലെങ്കിലും അവർ അതിൽ പ്രധാനമായും പറയുന്നത് ഈ അന്വേഷണം CBI അന്വേഷണം ഇതിൽ വേണമെന്ന് മാത്രമാണ് അവർ പറയുന്നത്. എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഈ അന്വേഷണ സമിതിയുടെ അതിൽ വ്യക്തതയില്ല. അതോടൊപ്പം ഈ ബേക്കൽ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. ബേക്കൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇതിൽ ഒരു ഉത്തരം 2 വർഷമായിട്ടും ഇതിൽ ആത്മഹത്യാ പ്രേരണ ഇല്ലെങ്കിൽ അത് സാധാരണ ആത്മഹത്യ എന്ന് പറയണം. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇതുവരെ നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒഡീഷയിലുള്ളവരാണ്. അവർക്ക് ഈ ഒരു കേസും നിയമ നടപടിക്കുമായി ഇവിടെ വന്ന് ദിവസങ്ങളോളം നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവർ അന്ന് ആ വിഷമം അവർ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മെയിൽ അയച്ചാൽ പോലും ഈ കേന്ദ്ര സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും കുടുംബത്തിന് നൽകാത്ത സാഹചര്യമുണ്ട്. ഏതായാലും ഈ അന്വേഷണത്തിൽ ഇനി ഉത്തരം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഇതിൽ കുടുംബം പറയുന്നതാണ്, നമുക്ക് സത്യാവസ്ഥ അറിയണം. ഈ റൂബി പട്ടേൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം എന്നാണ്. ഇതിൽ തുടക്കത്തിൽ പറഞ്ഞത് വിഷാദ രോഗമാണ് റൂബി പട്ടേൽ എന്നൊക്കെയാണ് ഈ കേന്ദ്ര സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വിശദീകരണം. പക്ഷെ അത് ആഭ്യന്തര അന്വേഷണ സമിതിക്ക് അങ്ങനെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പല കണ്ടെത്തലുകളും അതിലുണ്ട്, പക്ഷേ അതൊന്നും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരം ഒരുപക്ഷെ അവിടെയുള്ള ഈ മേൽ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനാണോ അത്തരം നടപടികളിലൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനാണ് SFI ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കുടുംബം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അവർ ദിവസങ്ങളോളം കാസർഗോഡ് താമസിച്ച് ഇതിനുള്ള നിയമ നടപടികൾക്കുള്ള കാര്യങ്ങൾ നിർവഹിച്ചു. പക്ഷേ കേസ് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. 2 വർഷമാകുമ്പോഴേക്കും ഇതിന് ഒരു ഉത്തരം ഇതുവരെ കുടുംബത്തിൽ ലഭിച്ചിട്ടില്ല. ഈ കൃത്യമായ കാരണം ലഭിച്ചിട്ടില്ല. ഈ തെളിവുകൾ CCTV ഉൾപ്പെടെയുള്ള തെളിവുകൾ കൈമാറാൻ തയ്യാറായിട്ടില്ല. ഒപ്പം പോലീസിന്റെ അന്വേഷണത്തിലെ ഒരു അവസാന കണ്ടെത്തൽ അതെന്താണെന്ന് ഇതുവരെ ആയില്ല. ഇതിൽ ഏറ്റവും ഒടുവിൽ CBIയുടെ ഒരു അന്വേഷണം വേണമെന്ന ഒരു ഈ അന്വേഷണ സമിതിയുടെ ഒരു ശുപാർശയല്ലാതെ മറ്റൊരു തരത്തിലുള്ള പുരോഗതിയും ഇതിലുണ്ടായിട്ടില്ല. CBI അന്വേഷണം വരുന്ന സാഹചര്യമില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഇതിന് ഉത്തരം കണ്ടെത്തുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും DYSP ഉത്തംദാസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. കൃത്യമായ മൊഴി അവർ ഓരോ ആളുടെയും എടുക്കുന്നുണ്ട്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ ഗൈഡിനെ കൃത്യമായി ചോദ്യം ചെയ്താൽ ഇതിനൊരു ഉത്തരം കിട്ടുമെന്നാണ് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗൈഡിനെ വിശദമായ ഒരു ചോദ്യം ചെയ്യുന്നതിലേക്ക് ക്രൈംബ്രാഞ്ച് വരും ദിവസങ്ങളിൽ കടക്കും. ശരി, ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തകളുണ്ട് നിരവധി ഇടവേളയ്ക്ക് ശേഷം. ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. കേസ് നാളെ പരിഗണിക്കും. പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെക്കാൻ കാരണം. ഇന്നലെ തെളിവെടുപ്പിനായി ഷിംജിതയെ 1 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. അതേസമയം ദീപകിന്റെ അമ്മ വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകി. പ്രതി ഷിംജിതയ്ക്കെതിരെ കണ്ണൂർ സൈബർ പോലീസിൽ നൽകിയ പരാതി സഹയാത്രികരുടെ മൊഴിയെടുക്കണമെന്നും ആവശ്യമുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവയ്ക്കണം. അനീഷ്, വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. തെളിവെടുപ്പ് അടക്കം നടത്തിയിട്ടുണ്ട്. സഹയാത്രികരുടെ മൊഴി ശേഖരിച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. ഏറ്റവും പുതിയ അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? ഇന്നാണ് സെഷൻസ് കോടതി ജാമ്യ ഹർജി പരിഗണിച്ചത് വീണ്ടും. എന്നാൽ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാത്ത സാഹചര്യത്തിലാണ് കേസ് നാളെ പരിഗണിക്കുന്നതിനായി മാറ്റിയിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഇത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവിറങ്ങുകയും അതേ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലേക്ക് നൽകുകയും ചെയ്തു. തുടർന്ന് ഇന്നലെ വൈകുന്നേരം കസ്റ്റഡി സമയം പൂർത്തിയാക്കി തിരിച്ച് വീണ്ടും റിമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. വാദമുഖങ്ങളിലെല്ലാം തന്നെ അവർ ഉന്നയിച്ചത് ഇത്തരത്തിലൊരു മോശം പെരുമാറ്റം ദീപകിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോഴുണ്ടായ ഒരു പ്രതികരണത്തിലാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് അത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. താനൊരു പൊതു ഇടത്തിലല്ല, പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങൾക്കടക്കം നൽകുന്ന രീതിയിലല്ല ഇത്
പോസ്റ്റ് ചെയ്തത്. തന്റെ ഒരു സ്വകാര്യ ഇടത്തിലാണത് പോസ്റ്റ് ചെയ്തതെന്ന് വാദിക്കുകയും ചെയ്തു. എന്നാൽ ദീപകിന്റെ അഭിഭാഷകനും ഒപ്പം പ്രോസിക്യൂഷനും ശക്തമായി ഈ ജാമ്യ ഹർജിയെ എതിർക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. ഇപ്പോൾ ഈ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശമാവും സമൂഹത്തിന് നൽകുക എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഒപ്പം ഈ നിയമപരമായ കാര്യങ്ങളിലൊക്കെ അറിവുള്ള ഒരു ആൾ കൂടിയാണ് ഷിംജിത. അതുകൊണ്ട് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഒരു സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുമ്പോൾ അത് ഏത് തരത്തിൽ പരാതിക്കാരനെ ബാധിക്കും എന്നതിനെ കുറിച്ച് കൃത്യമായി അറിവുള്ള ഒരു ആൾ കൂടിയാണ്. അതുകൊണ്ട് ഇതിനൊരു ഒഴിവൊഴിവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അത് ഇത്തരത്തിൽ ഉണ്ടാവുമെന്ന് ഷിംജിത കരുതിയില്ലെന്ന് കണക്കാക്കാൻ കഴിയില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തു. മാധ്യമം എന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ പരിധിയിൽ വരുന്ന ഇടമാണ്. പരാതിക്കാരിയുടെ സ്വകാര്യ പേജിൽ അത് പങ്കുവച്ചാൽ പോലും അത് ഒരുപാട് ആളുകളിലേക്ക് ഒരേ സമയം എത്തിപ്പെടും. അവർക്ക് ലൈക്കിനും ഷെയറിനും കമന്റിനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഓൺ ആക്കിയിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്നാണ് ഇത് ആളുകളിലേക്ക് കൈമാറിയത്. ഏതാണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 20 ലക്ഷത്തിലധികം ആളുകൾ ഇവരുടെ വീഡിയോ കണ്ടു എന്നും പ്രോസിക്യൂഷനോടൊപ്പം ദീപകിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പോലീസ് റിപ്പോർട്ട് തേടുകയും പോലീസ് റിപ്പോർട്ട് നാളെ സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ ലഭിച്ചത്. അതിനുശേഷം ചോദ്യം ചെയ്ത കാര്യങ്ങൾ, ഒപ്പം തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോൺ പരിശോധനയുടെ വിശദാംശങ്ങൾ ഇവയെല്ലാം സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് ക്രോഡീകരിച്ച് നാളെ പോലീസ് റിപ്പോർട്ട് കോടതിയിലെത്തും. ആ പോലീസ് റിപ്പോർട്ടിൽ വാദം കേട്ട ശേഷമാവും ഷിംജിതയ്ക്ക് ജാമ്യം നൽകണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുക. എന്തായാലും അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ ദീപകിന്റെ കുടുംബം വീണ്ടും പോലീസിനെ സമീപിച്ചു. അതാണ് ഈ ദീപകിന്റെ അമ്മ വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അനീഷ്. പ്രതിക്കെതിരെ കണ്ണൂർ സൈബർ പോലീസിൽ പരാതി നൽകിയ സഹയാത്രികയുടെ മൊഴിയെടുക്കണമെന്ന് ആണ് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇത് കേസിന് കുറച്ചുകൂടി ബലം നൽകുന്ന ഒന്നാണ്. സഹയാത്രികരൊക്കെ ഇത്തരമൊരു പ്രവൃത്തി, ഈ ഷിംജിത ആരോപിക്കുന്ന തരത്തിലൊരു പ്രവൃത്തി അവിടെ നടന്നിട്ടില്ല എന്ന് മനസ്സിലായവരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയല്ലോ അന്വേഷണത്തിൽ ഇതുവരെയുള്ള പുരോഗതിയെല്ലാം ഷിംജിതയ്ക്കെതിരാണല്ലോ അല്ലേ? എന്നതായിരുന്നു ആ പരാതിക്ക് ആസ്പദമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സഹയാത്രിക പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷിംജിത തന്നെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ നിന്നും നീക്കം ചെയ്തു അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയിരുന്നു. ആ കാര്യങ്ങൾ അവർ പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കാത്ത സാഹചര്യം. പക്ഷേ ഈ പരാതിയുടെ വിശദാംശങ്ങൾ, ആരാണ് പരാതിക്കാരി, എന്താണ് പരാതി നൽകിയത് എന്ന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നൽകണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് നേരിട്ടൊരു പരാതി നൽകിയപ്പോൾ നൽകാൻ കഴിയില്ല എന്നും വിവരാവകാശ രേഖ പ്രകാരം പരാതി നൽകണമെന്നും അല്ലെങ്കിൽ അപേക്ഷ നൽകണമെന്നും കുടുംബത്തോട് പോലീസ് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് കുടുംബത്തിന്റെ പരാതി. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ സാക്ഷിയാണ് ഈ ബസ്സിൽ തൊട്ടടുത്ത് നിന്ന പരാതിക്കാരി, ഈ കേസിലെ പരാതിക്കാരി അല്ലെങ്കിൽ ഷിംജിതയുടെ സഹയാത്രിക, ഇവർക്കൊപ്പം യാത്ര ചെയ്താൽ. പക്ഷേ ആ പരാതിക്കാരി ഇതുവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കാനോ പോലീസ് ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കണ്ണൂർ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഷിംജിതയുടെ ദീപകിന്റെ കുടുംബം ബന്ധപ്പെട്ടപ്പോഴും എന്തുകൊണ്ട് ഈ മൊഴി എടുക്കാത്തത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ല. കണ്ണൂർ പോലീസിന് നൽകിയ പരാതിയിൽ ഏതാണ്ട് തീർപ്പായിട്ടുണ്ട്. കാരണം ആ പരാതിക്കാരിയുടെ ആവശ്യം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഈ സഹയാത്രിക അല്ലെങ്കിൽ ഈ യുവതി ഉൾപ്പെടുന്നവരുടെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നാണ്. അത് കഴിഞ്ഞ സാഹചര്യത്തിൽ അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല എന്നാണ് കണ്ണൂർ പോലീസ് അറിയിച്ചതെന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് തീർച്ചയായും ഈ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ ഈ ഷിംജിതയ്ക്കും ദീപകിനും ഒപ്പം യാത്ര ചെയ്ത സഹയാത്രികയുടെ കൂടെ മൊഴിയെടുക്കേണ്ടതാണ്. ആ മൊഴിയാണ് ഒരുപക്ഷെ ഏറ്റവും അധികം നിർണായകമായി മാറുന്നത്. കാരണം ഏറ്റവും അടുത്ത് ഈ യാത്രക്കാരിയായി ഉണ്ടായിരുന്നത് ഈ യുവതിയാണ് താനും. പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് പോലീസ് അജ്ഞത പാലിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്ന് തങ്ങൾക്ക് വ്യക്തമായി അറിയില്ല എന്നും അവർ പറയുന്നു. എന്തായാലും ഇന്ന് സഹോദരൻ എത്തി ഈ അമ്മയുടെ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. അനന്തര നടപടിക്രമങ്ങൾ അനുകൂലമായ രീതിയിൽ വളരെ പെട്ടെന്ന് കൈക്കൊള്ളാമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പ് നൽകിയെന്നാണ് സഹോദരൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. എന്തായാലും നാളെയാണ് ഇനി ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഷിംജിതയ്ക്ക് ജാമ്യം ലഭിക്കോ ഇല്ല എന്ന കാര്യത്തിൽ നാളെ ഒരു വ്യക്തത ഉണ്ടാവും. ശരി, MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ദീപകിന്റെ സഹോദരൻ
മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പരാതി പറഞ്ഞത് ഞങ്ങളുടെ ഇത് മരിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്കൊരു കടലാസ് കിട്ടിയ വിവരം ഞാൻ നിങ്ങളോടൊക്കെ അറിയിച്ചിരുന്നു. ഇന്ന് വരെ പോലീസ് ആ കുട്ടീനെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പോയിട്ട് ഞാൻ ഇന്നലെ കമ്മീഷൻ ഓഫീസിൽ പോയിനി. അതെ, കണ്ണൂർ കമ്മീഷൻ ഓഫീസിൽ പോയി കണ്ണൂർ കമ്മീഷണറെ കണ്ടതിന് ശേഷം സാറ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ്. അപ്പോൾ അവരെല്ലാം അതിൻ്റെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെടുത്ത് പോയിട്ട് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ നേരെ ഇവിടുത്തെ കമ്മീഷണർക്ക് ഞാൻ ഇവിടെ ഇപ്പോൾ പരാതി കൊടുത്ത്. അതായത് ആ സ്ത്രീയാണ് കാര്യമായിട്ടുള്ള ഇതിലെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്. ആ കുട്ടിയാണ്. ആ കുട്ടീൻ്റെ മൊഴിയാണ് പോലീസ് എടുക്കേണ്ടത്. ഇതുവരെ പോയിട്ട് പോലീസ് എടുത്തിട്ടില്ല. ആവശ്യം ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ നമുക്ക് കാണാനോ ഒന്നിനും നമുക്ക് താല്പര്യമില്ല. ആ കുട്ടീൻ്റെ മൊഴി എടുത്തിട്ട് ആ കുട്ടി ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റും കൂടെ കൊടുത്തേക്കണേ. 17/1 ഒരു കംപ്ലൈൻറ്റ് കൊടുത്തതുണ്ട്. ആ കംപ്ലൈൻറ്റിന് പോലീസ് വിരാശം ഞങ്ങൾക്ക് തന്നിക്കണേ. ബാക്കിയുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഞങ്ങൾക്ക് തരാൻ പറ്റൂല അവർക്ക്. അത് ഇവിടുന്ന് പോലീസ് പോയി അന്വേഷിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ് അതിനെന്ത് വേണമെങ്കിലും അവിടുത്തെ കമ്മീഷണർ പറഞ്ഞത് എന്ത് സഹായം വേണമെങ്കിലും അവർ ചെയ്ത് കൊടുത്തോളാന്നാണ് പറഞ്ഞത്. മറ്റു വാർത്തയിലേക്ക് പോകണം. എറണാകുളം പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷത്തിൽ അടിയന്തര യോഗം വിളിച്ച് എറണാകുളം റൂറൽ SP. ജനകീയ സമിതി പ്രവർത്തകരും യോഗത്തിനെത്തി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഭായി കോളനിയിൽ പട്രോളിംഗ് ശക്തമാക്കാനാണ് യോഗത്തിലെ തീരുമാനം. പട്രോളിംഗിന് ജനകീയ മുന്നണിയുടെ സഹായം ആവശ്യമെങ്കിൽ തേടാനും ധാരണയായി. ലഹരിക്കെതിരെ ജനങ്ങളുടെ കൂട്ടായ്മകൾ നല്ലതാണെങ്കിലും അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാകരുതെന്ന് SP പറഞ്ഞു. വ്യക്തമാക്കി. ഈ പ്രദേശത്ത് കഴിഞ്ഞ 2-3 വർഷത്തെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ലഹരി വ്യാപനത്തിലും വിപണനത്തിലും ഉപയോഗത്തിലും ഗണ്യമായിട്ടുള്ള വർധനവുണ്ടായിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. 2023 ഇരട്ടി കേസുകൾ 2024 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2025 ആയപ്പോൾ അതിൻ്റെ ഡബിൾ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഹ്യൂജ് ക്വാണ്ടിറ്റി ഡ്രഗ്സ് സീസ് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ വിപത്തിനെ പരിപൂർണമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെയും പത്രക്കാരുടെയും എല്ലാ ആളുകളുടെയും സമൂഹത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിപൂർണമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി മുഴുവൻ ആളുകളുടെയും സഹായം നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം പെരുമ്പാവൂർ ഭായി കോളനിയിൽ പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തി. ലഹരി ഉപയോഗം വ്യാപകമാണെന്ന പരാതിയെ തുടർന്ന് എക്സൈസും പരിശോധന നടത്തിയിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്ന ഡാനി, നാട്ടുകാരുടെ വലിയ പരാതിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അവിടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അവിടെ സമയത്ത് താമസിക്കുന്നവർക്ക് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്, സംശയമില്ല. ഇനി ആ മേഖലയിൽ ആ തരത്തിലുള്ള ശ്രദ്ധ ഉണ്ടാകുമെന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത, ഇവിടെ പെരുമ്പാവൂരിൽ ഭായി കോളനി എന്ന പേരിൽ തന്നെയാണ് ഈ പ്രദേശം തന്നെ അറിയപ്പെടുന്നത്. കാരണം കൂടുതലും ഈ അതിഥി തൊഴിലാളികളാണ് ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവരുടെ ഒരു താമസ സ്ഥലം കൂടിയെല്ലാമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നാട്ടുകാരുടെ ഒരു പരാതിയായി ഉയർന്നു വരുന്നത് ഈ മേഖലയിൽ ലഹരി ഉപയോഗം, അതിൻ്റെ വ്യാപനം, വിതരണം ഇതെല്ലാം തന്നെ വ്യാപകമാകുന്നു. അതുമാത്രമല്ല, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളടക്കം ഇവിടെ നിന്ന് ഉണ്ടാകുന്നതായി പരിസരവാസികൾ പറയുന്നുണ്ട്. പലതും പോലീസ് കേസുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നിരവധിയായ പരാതികൾ വരുന്നു. ക്രിമിനൽ സ്വഭാവമുള്ള പലരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പലരും തന്നെ ഇവിടെ നിന്ന് തൊഴിലാളികളായി എത്തിയ പലരും തന്നെ പല ക്രിമിനൽ കേസുകളിൽപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പലരെയും അങ്ങനെ ആ രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുണ്ട്. ഇവിടെ കുറ്റകൃത്യങ്ങളിൽ പലരും തന്നെ ഇതിൽ പങ്കാളികളായി മാറുന്ന എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരുന്നതുമാണ്. അപ്പോൾ നാട്ടുകാരുടെ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടുന്ന് ആവശ്യം ഇവിടെ നടപടികൾ കർശനമാക്കണം, ഇവിടെ പരിശോധനകൾ കർശനമാക്കണമെന്നതാണ്. കാരണം ഈ ശുചിത്വമില്ലായ്മ വലിയൊരു വിഷയമാണ്. നിരവധി പേരാണ് ഓരോ വീടുകളിൽ പലയിടങ്ങളിലായിട്ട് താമസിക്കുന്നത്. ഇവിടെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള പല പ്ലൈവുഡ് കമ്പനികളിൽ മറ്റ് ചില ചെറിയ ജോലികൾ ചെയ്ത് ഇവിടങ്ങളിലെല്ലാം തന്നെ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ കഴിയുന്നത്. ഇവർക്കെല്ലാം താമസയിടം ഒരുക്കി കൊടുക്കുന്നത് മലയാളികൾക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ കുറഞ്ഞ സൗകര്യങ്ങളിലേക്ക് ഇവർ വളരെ തുച്ഛമായ വാടകയ്ക്കെല്ലാം തന്നെ വരുമ്പോൾ ശുചിത്വവും കാര്യങ്ങളും എല്ലാം തന്നെ പ്രശ്നമാണ്. പലപ്പോഴും സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പരാതികൾ ഒരുപാടാകുന്നു. ഏറ്റവും പ്രധാനം ഈ ലഹരി മരുന്ന് വിൽപ്പന, അതിൻ്റെ ഉപയോഗവും വിതരണവും ഇതെല്ലാം തന്നെ കൂടുന്ന സാഹചര്യത്തിലാണ് പരാതിയുമായി വരുന്നതും. നാട്ടുകാരുമായി പലപ്പോഴും തന്നെ ഈ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു. ഈ രീതിയിലേക്ക് പോവുകയും പോലീസിന് ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ തന്നെ അവിടെ ഒരു
തദ്ദേശ സ്വയംഭരണ ഭാരവാഹിയുടെ സ്ഥാപനത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ ഭരണത്തിലിരിക്കുന്ന ഒരാളുടെ ഭർത്താവിനെയാണ് കേസിലെ പ്രതി ചേർക്കുകയും ചെയ്തത്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുക ഇപ്പോൾ റിമാൻഡിലുമാണ്. ഇതോടുകൂടിയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കുകയും ഇത്തരം പരിശോധനകൾ കർശനമാക്കാൻ അവർ തീരുമാനിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാഴക്കുളം പഞ്ചായത്തിൻ്റെയും സമീപ പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം അവിടെ പരിശോധന നടത്തുന്നു. ഒപ്പം എക്സൈസ് പരിശോധന നടത്തുകയും ചെയ്തു. ഇവിടെ പോലീസിൻ്റെ നിരന്തരമായ പരിശോധനകൾ ഇനി ഉണ്ടാകുമെന്നാണ് നാട്ടുകാരോട് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാർക്ക് പോലീസ് നൽകുന്നൊരു മുന്നറിയിപ്പുണ്ട്. അത് ജനകീയ കൂട്ടായ്മകളാകാം ലഹരി വ്യാപനത്തിന് തടയാൻ, അതെല്ലാം തന്നെ നല്ലതാണ്. പക്ഷെ അതൊരിക്കലും നിയമം കയ്യിലെടുത്തുകൊണ്ടാകരുത്, ആരെയും കയ്യേറ്റത്തിന് മുതിരരുത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് SP പറഞ്ഞത്. കാരണം അവിടെ വ്യാപകമായിട്ട് ഈ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്ന ഈ പലയിടത്തും തന്നെ പരസ്യമായിട്ട് തന്നെ എഴുതി ഇടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. കാരണം ഈ ഇവരോടുള്ളൊരു മുന്നറിയിപ്പ്, അതിഥി തൊഴിലാളികളോടുള്ള ഒരു മുന്നറിയിപ്പ്, ഇവിടെ ലഹരി ഉപയോഗവും കാര്യങ്ങളുമെല്ലാം നിങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ അതിനെ കർശനമായി നേരിടും എന്ന രീതിയിൽ അടക്കമുള്ള കാര്യങ്ങൾ, ചിലപ്പോഴെല്ലാം നിങ്ങൾ ഇവിടം വിട്ട് പോകണമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ പോലും ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. ഏതായാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ അവിടെ MLA-മാർ കുന്നത്തുനാടിൻ്റെയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിൻ്റെയും MLA-മാരടക്കം അവിടെ സന്ദർശനം നടത്തുകയും ഇവിടെ പല വിഷയങ്ങളിൽ ഒത്തുതീർപ്പ് ചർച്ചകളടക്കം നടക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം പോലീസ് കാര്യമായി ഇടപെടുന്നില്ല എന്നൊരു പരാതിയും ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് തീർക്കാനെന്ന് വേണമാണ് ഇപ്പോൾ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളടക്കം ഇവിടേക്ക് വരികയും പങ്കെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഏതായാലും ഇനി നടപടികൾ കർശനമാക്കി മുന്നോട്ട് പോകുമെന്നൊരു ഉറപ്പാണ് ജനങ്ങൾക്ക് പോലീസ് നൽകുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ വലിയ രീതിയിലുള്ള സ്വാരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളിപ്പോഴും പറയുന്നത്, പ്രദേശവാസികൾ പറയുന്നത് ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, കൃത്യമായ നടപടികളില്ല എങ്കിൽ ഇത് ഇനിയും തന്നെ തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ മയക്കുമരുന്നുകളുടെ വിൽപ്പന, പ്രത്യേകിച്ച് കഞ്ചാവിൻ്റെ വിൽപ്പന വലിയ രീതിയിലുള്ളതാണ്. അനാശാസ്യ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. ഇത് രണ്ടിനും തടയിടാൻ പോലീസിൻ്റെ കർശനമായ നടപടികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇടപെടേണ്ടി വരും എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. അതാണ് സാഹചര്യം. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഡാനി, മറ്റൊന്ന്, ഈ മേഖല നമുക്കറിയാം, ഈ മേഖല നേരത്തെ തന്നെ പ്രശ്നം ബാധിത മേഖലയാണ്. ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയാണ്. വൃത്തിശൂന്യമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ കഞ്ചാവിൻ്റെ ഉപയോഗവും മറ്റും കാര്യമായി ഇവിടെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ മുതൽ തന്നെ നാട്ടുകാരുടെ പരാതിയായി ഉള്ള കാര്യമാണല്ലോ. അവിടെയൊന്നും അടിയന്തര ശ്രദ്ധ ഈ ഭരണാധികാരികളുടെയും പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഒന്നും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന കോൺട്രാക്ടർമാർ, ഇപ്പോൾ സ്ഥലമുടമകളായാലും ബിൽഡിംഗ് ഓണേഴ്സ് ആയാലും ഒന്നും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിലെത്തുന്നില്ല എന്നുള്ളതാണോ? 100% ശരിയാണ് രഞ്ജിത്ത്. കാരണം രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ് വാസ്തവം. ഈ സ്ഥല ഉടമകൾ എന്നെല്ലാം പറയുന്നത് കെട്ടിടങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് അവിടെ താമസിക്കാൻ ഇവർ തയ്യാറാകുന്നു എന്നത് അവരുടെ ഒരു വേതനവും കാര്യങ്ങളുമെല്ലാം, അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ ഇതിന് മോശമായ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരൊക്കെ ആയതുകൊണ്ടാവാമെന്ന് തോന്നുന്നു. കാരണം അവരത് കിട്ടുന്ന സ്ഥലത്ത് ആ പരിമിതികൾ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ സോളാർ പാനൽ വെച്ചതിന് കീഴേ പോലും ഇവർ ഇവിടെ അന്തിയുറങ്ങുന്നു എന്നതെല്ലാം തന്നെ. കാരണം അതിനൊരു വാടക നിശ്ചയിച്ച് കുറഞ്ഞ വാടകയിൽ അവരവിടെ ഉറങ്ങുന്നു. പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഒരു സ്ഥല സൗകര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരും ഒരുക്കി നൽകേണ്ടതില്ല എന്നെല്ലാമാണ് പറയുന്നത്. ഇവർക്ക് ശുചിമുറിയോ അതിൻ്റെ ഒരു വൃത്തി ഉള്ള ഒരവസ്ഥ, ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ പരിസരമാകെ മലിനമാകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. വലിയ രീതിയിൽ അവിടെ ഒഴുകുന്ന ഈ ചെറിയ തോടുകളെല്ലാം ഉണ്ട്, അതെല്ലാം തന്നെ ജലസേചനത്തിന് ഉപയോഗിക്കുന്നു. പക്ഷേ ഇതുവഴി ഈ കോളനി വഴി അത് കയറി ഇറങ്ങി പോകുന്ന അവസ്ഥയെല്ലാം, ആ ഭാഗങ്ങളെല്ലാം അവിടെ കൊണ്ട് അത് വൃത്തിഹീനമാവുകയാണ്. വലിയ രീതിയിൽ അത് മോശമാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എല്ലാം തന്നെ ഈ ചെറുതോടുകളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഒരു സൗകര്യവുമില്ല. ഈ ആളുകൾ കൊണ്ട് താമസിപ്പിക്കുന്ന കരാറുകാരൊന്നും ഇതിനെക്കുറിച്ച് ആർക്കും തന്നെ ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ളൊരു ആശങ്കകളോ ആലോചനകളോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഇവരും വന്ന് വിളിക്കുന്ന തൊഴിലാളികളും ഇതെല്ലാം അവർക്ക് ഒരു പരിമിതമായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് മതി എന്ന രീതിയിലേക്ക് അവരും പോകുന്നു. പക്ഷേ ഏറ്റവും വലിയ വിഷയം ഈ വൃത്തിയേക്കാളും ഉപരി ഒരു വിഷയം തന്നെയാണ്. കാരണം സാംക്രമിക രോഗങ്ങളടക്കം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞിടെയാണ് ഈ കുഷ്ഠരോഗമടക്കം ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ വന്നു. മറ്റ് സാംക്രമിക രോഗങ്ങൾ വരുന്നു. ഒപ്പം തന്നെയാണ് ഈ ലഹരി മരുന്നുകളുടെ വ്യാപനം വലിയ രീതിയിൽ ആളുകൾ ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് വരുന്നു. ഇവിടെ വന്ന പലരും ലഹരി മരുന്നുകൾ
മരുന്നുകൾ വാങ്ങിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ഉണ്ടായെന്ന പരിസരത്തുള്ളവർ പറയുമ്പോൾ ഓർക്കുക, ആ മേഖല എത്ര കണ്ട് ഈ രീതിയിലേക്ക് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇതിൽ കൃത്യമായ രീതിയിൽ പോലീസ് ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്ക് നേരിട്ടിടങ്ങി ഇത്തരം ജനകീയ കൂട്ടായ്മകൾ രൂപീകരിക്കേണ്ടി വന്നതും ഇത്തരം വിപണനക്കാരെ അവർക്ക് നേരിടേണ്ടി വന്നതുമെല്ലാം അതുകൊണ്ട് തന്നെയാണ്. ശരി, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് സ്പോട്ട് ലൈവ് അവസാനിപ്പിക്കാനുള്ള സമയമായി. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.